നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് മാസം 1 തികഞ്ഞിട്ടില്ല. NDA സഖ്യത്തെ കുലുക്കി വിറപ്പിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ JDU അധ്യക്ഷൻ നിതീഷ് കുമാർ. ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ആ ഒരു കാര്യത്തിൽ യാതൊരു മാറ്റവും നരേന്ദ്രമോദി പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഡൽഹിയിൽ ചേർന്ന JDU ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകൾ നേടിയ JDUവിന്റെ പിന്തുണയോടുകൂടിയാണ് 3ാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്. ആ പിന്തുണയില്ലാതെ അവർക്ക് ഭരിക്കാനായിട്ട് കഴിയില്ല എന്ന് ഉറപ്പാക്കിയതോടെയാണ് ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ നിതീഷ് കുമാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അംഗീകരിക്കാനായിട്ട് BJP തീർച്ചയായിട്ടും നിർബന്ധിതരാകും എന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത്. പ്രത്യേക പദവിക്ക് പുറമെ ബീഹാറിന് പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക പാക്കേജും കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് നിതീഷ് കുമാർ. കഴിഞ്ഞ വർഷം നടന്ന യോഗത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ദീർഘകാലമായിട്ട് സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി ബീഹാറിന് പ്രത്യേക പദവിക്കായിട്ട് വാദിക്കുകയാണ് നിതീഷ് ഉൾപ്പെടെയുള്ള JDU നേതാക്കൾ. ഇപ്പോൾ JDUവിൻ്റെ ആവശ്യം അത് BJPക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് കിട്ടിയേ തീരൂ എന്ന് മോദിക്ക് ഇപ്പോൾ സമയം നൽകിയിരിക്കുകയാണ് JDU. പ്രത്യേക പദവി ലഭിച്ചാൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൻ്റെ വിഹിതം അത് തീർച്ചയായിട്ടും വർദ്ധിക്കുന്നതായിരിക്കും. ഇതിനെല്ലാം പുറമെ OBC, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണം 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും JDU കേന്ദ്രത്തിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പദവിയെല്ലാം ഒരു സംസ്ഥാനത്തിന് നൽകണമെന്നാണ് ഇപ്പോൾ BJPയെ താങ്ങി നിർത്തുന്ന പാർട്ടി എന്ന നിലയിൽ JDUവിൻ്റെ പ്രധാന ആവശ്യം. നമുക്കറിയാം 27 സംസ്ഥാനങ്ങൾ വേറെയും ഈ രാജ്യത്തുണ്ടെന്നിരിക്കെയാണ് നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ BJPയെയും ഇപ്പോൾ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു വിലപേശൽ നിതീഷ് കുമാർ വീണ്ടും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിനേക്കാളെല്ലാം ഏറ്റവും പ്രധാനം 2025 അതായത് ഒരു വർഷത്തിനുള്ളിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ സംസ്ഥാന പദവി നൽകിയിട്ട് വേണം അതും കാണിച്ചുകൊണ്ട് നിതീഷ് കുമാറിന് വീണ്ടും ബീഹാറിൽ വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ അധികാരത്തിലെത്താനായിട്ട്. എന്നാൽ ഇത് കൊടുക്കാൻ കഴിയുമോ ഈ പദവി എന്നതാണ് പ്രധാന ചോദ്യം. കാരണം ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും BJPയും അതോടൊപ്പം തന്നെ BJPയെ നിലവിൽ താങ്ങി നിർത്തുന്ന പാർട്ടികളുമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കൂടി ആവശ്യം ഇത് തന്നെയാണെങ്കിൽ നരേന്ദ്രമോദി ആകെ പ്രതിസന്ധിയിലാകും. എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ അവർ സമരം ആരംഭിക്കുകയും ചെയ്താൽ നിതീഷ് കുമാറിനെ സംരക്ഷിച്ചതിന് വലിയ വില തീർച്ചയായിട്ടും നൽകേണ്ടി വരും നരേന്ദ്രമോദി. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ആന്ധ്രയിലെ ഈ പറയുന്ന TDPയും ചന്ദ്രബാബു നായിഡുവുമാണ്. നിതീഷ് കുമാർ ആണെങ്കിൽ 12 സീറ്റുമായിട്ടാണ് BJPയെ താങ്ങി നിർത്തുന്നത്. എന്നാൽ TDP ആകട്ടെ 16 സീറ്റുമായിട്ടാണ് മുന്നണിയിൽ നിൽക്കുന്നത്. അവരില്ലാത്ത ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും BJPക്കും മോദിക്കും കഴിയില്ല. അതും പോരാത്തതിന് ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി നായിഡു ആദ്യം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിതീഷ് കുമാർ പൊട്ടിച്ചിരിക്കുന്ന ഈ ഒരു വെടിവെച്ച അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മോദി സർക്കാർ നിലംപതിക്കാൻ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ഇനി തേടി പോകേണ്ട കാര്യമില്ല. ഇത് നിതീഷ് കുമാറിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി എത്രത്തോളം വിലപേശാൻ സാധിക്കുമോ അത്രയും വിലപേശുകയും കിട്ടിയില്ലെങ്കിൽ മറുകണ്ഠം ചാടുകയും ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എന്നാൽ അത് കുറച്ച് നേരത്തെ ആകുമെന്നതിൻ്റെ സൂചന മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇത് മോദി സർക്കാരിന് ഏൽക്കുന്ന ആദ്യത്തെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പരുക്കായിട്ട് കണക്ക് കൂട്ടിയാൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അപകടങ്ങൾ അവരെ തീർച്ചയായിട്ടും വളരെയധികം തളർത്തിക്കളയും എന്ന് ഉറപ്പാണ്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.